ഹായ് മക്കളെ, 365 ഡേയ്സ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ജേണിയുടെ ഡേ 1 എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. എല്ലാവരും വളരെ സന്തോഷമായിട്ട് ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ഒരു വർഷത്തേക്ക് 365 ദിവസം നിങ്ങളുടെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ടീച്ചറമ്മയ്ക്കൊപ്പം ആയിരിക്കും. രാവിലെ ഒരു ചൂട് കാപ്പിയുമായിട്ട് അല്ലെങ്കിൽ ചായയുമായിട്ട് വന്നിരുന്ന് നിങ്ങൾ ടീച്ചറമ്മയുടെ മോർണിംഗ് മോട്ടിവേഷൻ നിങ്ങൾ കേൾക്കുക. ഓരോ ദിവസവും ഞാൻ നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു തരാം. പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിനെ പോസിറ്റീവ് ആക്കാൻ സഹായിക്കുന്ന, ലൈഫ് ട്രാൻസ്ഫോം ചെയ്യാൻ സഹായിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരും. അപ്പോൾ എല്ലാ ദിവസവും ഇത് കേട്ട് കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ കൃത്യമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളൊരു പുതിയ വ്യക്തിയായി മാറും. നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ ലൈഫിൽ വരും. അപ്പോൾ ഡേ 1 ടീച്ചറമ്മയ്ക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള കാര്യം എന്ന് പറയുന്നത്, മക്കളെ, നിങ്ങൾ ലൈഫിൽ സ്റ്റക്കായി നിൽക്കുകയാണോ? പലരും പറയുന്നൊരവസ്ഥയാണ്, ടീച്ചർമ്മ വല്ലാത്തൊരു സ്റ്റക്നെസ് ആണ്, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ഭയങ്കര മടിയാണ്. എന്തൊക്കെയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഒന്നും പറ്റുന്നില്ല. ചെയ്യാനായി ഞാൻ പല കാര്യങ്ങളും ശ്രമിച്ചു നോക്കി, പക്ഷെ ഒന്നിലും എനിക്ക് വിജയിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ മൈൻഡ് സെറ്റ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. മക്കളെ, നമുക്ക് ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ബേണിംഗ് ഡിസയർ വേണം. ജീവിതത്തിൽ വിജയിക്കണമെന്നുള്ള ആ ഒരു ത്വര നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴേ നിങ്ങൾ മനസ്സിനോട് പോസിറ്റീവായിട്ട് പറയുക, ഇന്നത്തെ ദിവസം എനിക്ക് ഏറ്റവും സൂപ്പറാക്കണം, അടിപൊളിയാക്കണം, ഇന്ന് എനിക്ക് പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യണം. അപ്പം രാവിലെ തന്നെ എന്ത് ചെയ്യണം? ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. അപ്പം നിങ്ങളുടെ മടിയും അലസതയും ഒക്കെ മാറും. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താ? നന്ദി പറയുക. നമുക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾക്കൊക്കെ ഒന്ന് നന്ദി പറഞ്ഞ് നിങ്ങൾ നോക്കി. ഇപ്പം നിങ്ങൾക്ക് ടീച്ചറമ്മയെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് കാഴ്ചശക്തിയുണ്ട്. അപ്പോൾ ദൈവമേ, എനിക്ക് കാഴ്ചശക്തി തന്നല്ലോ ദൈവമേ, നന്ദി ദൈവമേ. എനിക്ക് സംസാരിക്കാനുള്ള കഴിവുണ്ടല്ലോ, നന്ദി ദൈവമേ. എനിക്കിതേ ഫോണിലൂടെ അല്ലെങ്കിൽ എനിക്ക് ലാപ്പിലൂടെ അല്ലെങ്കിൽ എനിക്ക് ടി വിയിൽ ടീച്ചറമ്മയെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. എനിക്ക് ഫോൺ അല്ലെങ്കിൽ ആപ്പ് അല്ലെങ്കിൽ TV തന്നനുഗ്രഹിച്ചതിന് നന്ദി ദൈവമേ. എനിക്ക് താമസിക്കാനൊരു വീടുണ്ടല്ലോ, കാറ്റും മഴയും വെയിലും ഒന്നും കൊള്ളാതെ എനിക്ക് താമസിക്കാനുള്ളൊരു വീട് എനിക്ക് ദൈവമേ നീ തന്നല്ലോ, നന്ദി ദൈവമേ. എനിക്ക് ആരോഗ്യമുള്ള മക്കളെ തന്നല്ലോ, നന്ദി ദൈവമേ. എനിക്ക് ആരോഗ്യമുള്ളൊരു ശരീരം തന്നല്ലോ, നന്ദി ദൈവമേ. രാവിലെ ഗ്രാറ്റിറ്റ്യൂഡോടെ വേണം ഒരു ദിവസം തുടങ്ങാൻ. നന്ദി പറഞ്ഞുകൊണ്ട് വേണം ഒരു ദിവസം തുടങ്ങാൻ. നന്ദി പറയുമ്പോൾ തന്നെ നമ്മുടെ എനർജി ഭയങ്കര ഹൈ ആവും. രാവിലെ തന്നെ എന്നിട്ട് തീരുമാനിക്കാം, ഇന്നത്തെ ദിവസം ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം എഴുതി വെക്കണം കേട്ടോ. 1, 2, 3, 4 എന്നും പറഞ്ഞ് ഒരു ബുക്ക് എടുത്ത് അങ്ങോട്ട് എഴുതുക. എന്നിട്ട് ആ കാര്യങ്ങളെല്ലാം ഓരോന്നായിട്ട് ചെയ്യുക. കറക്റ്റായിട്ട് ആദ്യത്തെ കാര്യം ചെയ്യുന്നു, ടിക്കിടുന്നു, രണ്ടാമത്തെ കാര്യം ചെയ്യുന്നു, ടിക്കിടുന്നു. അങ്ങനെ ഒരു 10 കാര്യം എഴുതി വെക്കാം. ആ 10 കാര്യം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ രാത്രി എല്ലാ ദിവസവും ഉറങ്ങാൻ കിടക്കുമ്പോൾ നോക്കുക, ഞാൻ എഴുതി വെച്ച 10 കാര്യങ്ങളും, ഇന്നത്തെ ടു ഡു ലിസ്റ്റിലെ 10 കാര്യങ്ങളും ഞാൻ ചെയ്തോ? അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ യെസ് 10 ചെയ്തു. നിങ്ങൾ നിങ്ങളുടെ തോളിൽ തട്ടി ഒരു അപ്രീസിയേഷൻ കൊടുക്കുക. വെരി ഗുഡ്, സൂപ്പർ, സുജ, മിടുക്കി, നിങ്ങളുടെ പേര് പറഞ്ഞിട്ട് ഒരു അപ്രീസിയേഷനൊക്കെ കൊടുക്കണം. ഇനി നിങ്ങൾ 5 എണ്ണേ ചെയ്തോളൂ, സാരമില്ല. 5 എണ്ണമെങ്കിലും ഞാൻ ചെയ്തല്ലോ, ഒരു അപ്രീസിയേഷൻ കൊടുക്കുക. 2 എണ്ണേ ചെയ്തോളൂ, സാരമില്ല. അവിടെ 2 കാര്യം ചെയ്യാനുള്ള ഒരു ആക്ഷനെങ്കിലും നിങ്ങൾ എടുത്തല്ലോ. മനസ്സിലാവുന്നു മക്കളെ? ഒരിക്കലും നമ്മളെ ഇങ്ങനെ എന്താ പറയുക, എപ്പോഴും ഞാൻ ഭയങ്കര മടിയനാ, ഞാൻ മടിച്ച് എനിക്കൊന്നും ചെയ്യാൻ ഉത്സാഹമില്ല, ഞാൻ ലൈഫ് രക്ഷപ്പെടുന്നില്ല, ഇങ്ങനെയുള്ള നെഗറ്റീവ് ഇനി പറയരുത്. എപ്പോഴും പറയേണ്ടത് എന്താ? ഞാൻ വളരെ ആക്റ്റീവാണ്, ഞാൻ വളരെ എനർജറ്റിക്കാണ്, എനിക്ക് എല്ലാ ദിവസങ്ങളും സന്തോഷമാണ്. മൈ ലൈഫ് ഈസ് എ സെലിബ്രേഷൻ. എപ്പോഴും എൻ്റെ ജീവിതം ഒരു ആഘോഷമാണ്. മൈ ലൈഫ് ഈസ് എ സെലിബ്രേഷൻ. ജീവിതം ഒരു ആഘോഷമാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നവരെല്ലാം കമൻറ്റിൽ ലൈഫ് ഈസ് എ സെലിബ്രേഷൻ എന്ന് ഇപ്പം തന്നെ ടൈപ്പ് ചെയ്തിട്ടേ. അപ്പോൾ എപ്പോഴും പറയണം, മൈ ലൈഫ് ഈസ് എ സെലിബ്രേഷൻ, മൈ ലൈഫ് ഈസ് എ സെലിബ്രേഷൻ, മൈ ലൈഫ് ഈസ് എ സെലിബ്രേഷൻ, മൈ ലൈഫ് ഈസ് എ സെലിബ്രേഷൻ കേട്ടോ. അതുപോലെ ഇന്നത്തെ ദിവസം നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ മറക്കരുത്, പുഞ്ചിരിക്കാൻ മറക്കരുത്. എപ്പോഴും നിങ്ങളുടെ മുഖത്തൊരു നല്ല പുഞ്ചിരി ഉണ്ടായിരിക്കണം. എല്ലാവരും ചിരിച്ചേ നോക്കട്ടെ, ടീച്ചറമ്മ നോക്കട്ടെ. എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. നിങ്ങളെല്ലാവരും മനോഹരമായിട്ട് പുഞ്ചിരിക്കണം. ഇന്നത്തെ ദിവസം മൊത്തം പുഞ്ചിരിക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകുമ്പോൾ അയ്യോ ടീച്ചറമ്മ പറഞ്ഞായിരുന്നു ചിരിക്കാൻ, ഓർത്തോർത്ത് ചിരിക്കണം കേട്ടോ. അപ്പം എപ്പോഴും ചിരിച്ച് നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നവരെയാണ് എല്ലാവർക്കും ഇഷ്ടം അല്ലേ? നിങ്ങൾക്ക് അങ്ങനെയല്ലേ ഇഷ്ടം? നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ടീച്ചറമ്മ ഇഷ്ടം? ടീച്ചറമ്മയുടെ ചിരി നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമല്ലേ? അപ്പോൾ എല്ലാവരും പറയാറുണ്ട്,
ആ ചിരിയാണ് ആ ചിരിയിലാണ് ഞാൻ വീണതെന്ന്. നിങ്ങൾ വീണത് ചിരിയിലാണോ? അപ്പോൾ ഈ ചിരി എന്ന് പറയുന്നത് എല്ലാവരെയും അട്രാക്റ്റ് ചെയ്യുന്ന കാര്യമാണ് കേട്ടോ മക്കളെ. അപ്പോൾ എൻ്റെ മക്കൾ എപ്പോഴും ചിരിച്ച് സന്തോഷമായിട്ടിരിക്കണം. കഴിഞ്ഞ ദിവസം നമ്മുടെ പ്ലാറ്റിനത്തിലൊരു സ്റ്റുഡൻറ്റ് വന്നപ്പോൾ എൻ്റെ അടുത്ത് കരഞ്ഞിട്ട് പറഞ്ഞു, ടീച്ചറമ്മ ഞാൻ ജീവിതം മതിയാക്കാൻ പോയത്. അപ്പോഴാണ് ഞാൻ ടീച്ചറമ്മയുടെ വീഡിയോ കണ്ടത്. ഞാൻ സത്യം പറഞ്ഞാൽ ചെറിയ കുഞ്ഞുണ്ട്, കുഞ്ഞിനെ അമ്മയെ ഏൽപ്പിച്ചിട്ട് ഞാനങ്ങ് മതിയാക്കാം, ജീവിതം മതിയാക്കാം എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്യാൻ പോയത്. പക്ഷേ എനിക്ക് ടീച്ചറമ്മയുടെ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് ജീവിക്കണമെന്ന് തോന്നിയത്. അങ്ങനെ പ്ലാറ്റിനത്തിലേക്ക് വന്നു. ഞാൻ പറഞ്ഞു, പൊന്നെ ടീച്ചറമ്മയ്ക്ക് വേണം അവിടെ നിൻ്റെ, നീ ഒരിക്കലും അങ്ങനെ ഒന്ന് ചിന്തിക്കുക പോലും ചെയ്യരുത് എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പറയില്ല, നമുക്ക് ജീവിതത്തിലൊരു കൈത്താങ്ങായിട്ട് ആരെങ്കിലും ഉണ്ടായിരിക്കണം അല്ലേ മക്കളെ. നമുക്കൊരു പ്രശ്നം വരുമ്പോൾ അതേ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയോട് ആ ടീച്ചറമ്മ പറയുന്നത്, നിങ്ങളെ ടീച്ചറമ്മയ്ക്ക് വേണം, നിങ്ങളെ ടീച്ചറമ്മയ്ക്ക് ഇഷ്ടമാണ്, ലവ് യു ചക്കരെ. നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ പറയുക, നിങ്ങൾക്ക് എല്ലാവർക്കും ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടാനായിട്ട് ടീച്ചറമ്മ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അതിന് എന്ത് ചെയ്യണം? പറയുന്ന കാര്യങ്ങളെല്ലാം പ്രാക്ടീസ് ചെയ്യണം. അപ്പം ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യണം, അതുപോലെ തന്നെ എപ്പോഴും നല്ല പുഞ്ചിരിയോടെ ഇരിക്കണം, ഇന്നത്തെ ദിവസം ഫുൾ എനർജറ്റിക് ആയിരിക്കണം, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയാതെ എപ്പോഴും പോസിറ്റീവായിട്ടുള്ള നല്ല കാര്യങ്ങൾ പറയുക. ഇന്നത്തെ ദിവസം എനിക്ക് നല്ലൊരു ദിവസമാണ്, ഞാൻ ഇന്ന് വിജയിക്കും, ഞാൻ മുന്നോട്ട് പോകും. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടണം. എന്താണെന്ന് എല്ലാ ദിവസവും ടീച്ചറമ്മ രാവിലെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാ ദിവസവും കറക്റ്റ് ഒരേ സമയത്തായിരിക്കും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഇന്ത്യൻ സമയം രാവിലെ 5:30 മണിക്കായിരിക്കും, 5:30 AM വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് രാജ്യത്താണെങ്കിലും നിങ്ങൾ എഴുന്നേൽക്കുന്ന സമയത്ത് ആ വീഡിയോ കണ്ടാൽ മതി. ഇന്ത്യയിലുള്ളവരെല്ലാം രാവിലെ 5:30 ആകുമ്പോഴത്തേക്ക് എഴുന്നേൽക്കുമല്ലോ അല്ലേ. അപ്പോൾ എഴുന്നേറ്റാൽ ഉടനെ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു മോർണിംഗ് കോഫി ഇട്ട്, ഒരു മോർണിംഗ് ടീ ആയിട്ടിരുന്ന് ടീച്ചറമ്മയുടെ വീഡിയോ കാണുക. രാവിലെ തന്നെ ഹൈലി ഇൻസ്പയർഡ് ആവുക. അത് പറയുന്ന കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കുക. അതെല്ലാം കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള മാറ്റം വരും. നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു, ഞാനൊരു പുതിയ വ്യക്തിയായി മാറിയല്ലോ. ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ തന്നെ ഉണ്ടല്ലോ മക്കളെ, നമ്മുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റം വരും. പല മനുഷ്യരുടെയും പ്രശ്നം എന്താണെന്ന് അറിയാം, നന്ദി എന്ന് പറഞ്ഞൊരു സാധനമില്ല. അവർക്ക് ദൈവം എന്തൊക്കെ കൊടുത്താലും എപ്പോഴും പരാതി പറഞ്ഞുകൊണ്ടിരിക്കുക, എനിക്ക് ദൈവം തന്നില്ല, എനിക്ക് ദൈവം തന്നില്ല, എൻ്റെ ജീവിതം മാത്രം എന്താ, എനിക്ക് മാത്രം എന്തൊരു സന്തോഷമില്ലാത്ത, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ ഈ പരാതി പറച്ചിൽ അങ്ങ് നിർത്തിയിട്ട് നന്ദി പറച്ചിൽ നമ്മുടെ ഒരു ശീലമാക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് ലഭിച്ച അനുഗ്രഹങ്ങൾക്കൊക്കെ നന്ദി പറയുക, ഇതുവരെ ലഭിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് നന്ദി പറയുക. അതുപോലെ തന്നെ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുക. എപ്പോഴെങ്കിലും ചിരി മങ്ങുമ്പോൾ ഓർക്കണം, അല്ല ടീച്ചർമ്മ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കണം. ഞാൻ ഫുൾ ഡേ ചിരിച്ച് ഹാപ്പി ആയിട്ടിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞു ടു ഡു ലിസ്റ്റ് എഴുതണം, അതിലുള്ള ഓരോ കാര്യങ്ങളും ചെയ്യണം. എന്നിട്ട് രാത്രി നോക്കണം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, എല്ലാം ചെയ്തോ എന്ന് നോക്കണം കേട്ടോ. അപ്പോൾ Day 2 വീഡിയോ നാളെ രാവിലെ 5:30 ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. എല്ലാ ദിവസവും രാവിലെ ഇന്ത്യൻ ടൈം 5:30 മണിക്ക് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യും. 365 ഡേയ്സ് നിങ്ങൾക്ക് തരുന്ന വാക്കാൻ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ അത് കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യും. നിങ്ങളെല്ലാവരും ആ വീഡിയോസ് എല്ലാം കറക്റ്റായിട്ട് കണ്ട് അതെല്ലാം ഫോളോ ചെയ്ത് ഹാപ്പി ആയിട്ട് മിടുക്കരായിട്ടിരിക്കണം. ടീച്ചറമ്മ എപ്പോഴും ആഗ്രഹിക്കുന്നത് നിങ്ങളെല്ലാവരും ലൈഫിൽ വിജയിക്കണം, നിങ്ങൾ കാണുന്ന സ്വപ്നത്തിലേക്ക് നിങ്ങളെ എനിക്ക് എത്തിക്കണം, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നാളത്തെ Day 2 വീഡിയോയ്ക്കായിട്ട് നിങ്ങൾ കാത്തിരിക്കും. എല്ലാവരും കമൻറ്റിൽ ലൈഫ് ഈസ് എ സെലിബ്രേഷൻ എന്ന് ഇപ്പം തന്നെ ടൈപ്പ് ചെയ്തിടുക. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ കാണാം. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും ഒക്കെ നിറഞ്ഞൊരു ദിവസമാകട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ടീച്ചറും എല്ലാവരുടെയും നെറുകയിൽ കൈവച്ച് അനുഗ്രഹിക്കുകയാണ്. ഇന്നത്തെ ദിവസം ഫുൾ ഡേ ഹാപ്പി ആയിരിക്കാൻ പറ്റട്ടെ, എനർജറ്റിക് ആയിട്ടിരിക്കാൻ പറ്റട്ടെ, പ്രൊഡക്റ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റട്ടെ. ഇന്നത്തെ ടു ഡു ലിസ്റ്റിലുള്ള നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഈസി ആയിട്ട് ചെയ്തിട്ട് വരണം. നാളെ വരുമ്പോൾ ഞാൻ ചോദിക്കും ആരൊക്കെ ഹോംവർക്ക് ചെയ്തു, ആരൊക്കെ ഹോംവർക്ക് ചെയ്തില്ല, എല്ലാം ചോദിക്കും. അപ്പോൾ എൻ്റെ മക്കൾ മിടുക്കരായിട്ടിരിക്കുക. ലവ് യു. ബൈ ബൈ.